ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാടൻ പലഹാരമായ റോസപ്പം എന്ന് പറയുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അച്ചപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. തരി ഒട്ടും തന്നെ ഇല്ലാതെ അപ്പത്തിൻ്റെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ്. വറുക്കാത്ത അരിപ്പൊടി ആയിരിക്കണം, ഒട്ടും തന്നെ തരി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 മുട്ടയും 1 കപ്പ് തേങ്ങാപ്പാലും 2 ടേബിൾ സ്പൂൺ എള്ളും 1 നുള്ള് ഉപ്പും വേണം. ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലേ എടുത്തിട്ടുള്ളൂ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര അലിയുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സ്പൂൺ കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്തൊന്ന് അലിയിച്ചിട്ടെടുക്കാം. ഇപ്പോൾ പഞ്ചസാര മുഴുവനും അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരിപ്പൊടി മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. മൊത്തം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകരുത്. ഇതിൻ്റെ പാകം അറിയോ, ഒരു സ്പൂൺ എടുത്ത് മുക്കി നോക്കുന്ന സമയത്ത് അതിൽ പറ്റിയിരിക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഒരുപാടങ്ങ് ലൂസായി പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചപ്പം തയ്യാറാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ അച്ചപ്പം തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അച്ച് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന പോലെ തന്നെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ മോൾഡും അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ ഒരുപാടങ്ങ് ചൂടാകാൻ പാടില്ല, ഒരു മീഡിയം ചൂട് മതി. പിന്നെ നമ്മൾ ഈ അച്ച് മാവിൽ മുക്കുന്ന സമയത്ത് അച്ചിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാകണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ അച്ച് മുഴുവനും മാവിലേക്ക് മുക്കരുത്. ഒരു 1/4 ഭാഗം മാത്രം മുങ്ങിയാൽ മതി. മുഴുവനായിട്ട് മുങ്ങിപ്പോയാൽ എണ്ണ ഇളകി വീഴില്ല. അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതുപോലെ അച്ചപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 1/4 ഭാഗം മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ അനക്കി കൊടുക്കാം. നമ്മുടെ അച്ച് ഞാൻ അതിൽ തന്നെ ഇട്ടിരിക്കുവാണ്. കാര്യം ഇനി അത് ചൂടായാലേ അടുത്തത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ അതാ വീണ്ടും ഇതേപോലെ ഒരു 1/4 ഭാഗം മുക്കുന്നു. വീണ്ടും എണ്ണയിലേക്കിട്ട് പതുക്കെ അനക്കി കൊടുക്കാം. മോൾഡ് വീണ്ടും എണ്ണയിൽ തന്നെ മുക്കി വെക്കാൻ മറന്നു പോകരുത്. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, എത്ര പെട്ടെന്നാണ് നമ്മൾ അച്ചപ്പം തയ്യാറാക്കിയെടുത്തത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇപ്പം സ്കൂളിലൊന്നും പോകാണ്ടാത്ത സമയമായതുകൊണ്ട് സ്നാക്സിൻ്റെ ഒക്കെ നല്ല ചിലവാണ്. അതുകൊണ്ട് ഇതേപോലൊക്കെ ഉണ്ടാക്കി പാട്ടിലൊക്കെ ഇട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കയറി ഇറങ്ങി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചിച്ച് ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.